നാദാപുരം ഉപജില്ലാ ഓഫീസ് റിട്ടയർഡ് സീനിയർ സൂപ്രണ്ടും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കെ.ടി. വേണുഗോപാലിനെ സുഹൃത്ത് സംഘം അനുസ്മരിച്ചു. വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വി.ടി. മുരളി അധ്യക്ഷനായി. വേണുവേട്ടനെ വളരെ അടുത്ത് ഞാൻ പരിചയപ്പെടുന്നത് യശോധരൻ്റെ കടയിൽ വെച്ചിട്ടാണ്. അന്ന് ഞങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രമായിരുന്നു. നമ്മളെല്ലാവരും ബാബു എന്ന് വിളിക്കുന്ന യശോധരൻ്റെ ചായപ്പൊടി കട. അവിടെയാണ് എല്ലാവരും ഒത്തുകൂടുക. കെ.എൻ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പലരും. അവിടെ വെച്ചാണ് ഇങ്ങനെയൊരു സൗമ്യനായിട്ടുള്ളൊരാൾ എപ്പോഴും അവിടെ ഉണ്ടാവും. യശോധരനുമായി ഞങ്ങളുമായിട്ടൊക്കെ എപ്പോഴും സൗഹൃദം പങ്കിടുന്ന ഒരാളെ വിദ്യാഭ്യാസ വകുപ്പിലാണെന്ന് മനസ്സിലാവുന്നു. അപ്പം ഞാനൊരു പാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് വേണുവേട്ടൻ എന്നെ അറിയാം. പക്ഷെ എനിക്ക് അത്ര അദ്ദേഹത്തിൻ്റെ വകുപ്പിലുമല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ മറ്റ് സവിശേഷതകളെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ കുലീനതയും സൗമ്യമായ ഇടപെടലുകളുമൊക്കെ എന്നെ അന്ന് വല്ലാതെ ആകർഷിച്ചു. ആ ഒരു ബന്ധമാണ് വളരെ കാലം അത് നിലനിന്നിരുന്നു. മരിക്കുന്നവരെ എന്ന് പറയാം. റിട്ടയർഡ് DDE P.T. ഭാസ്കരൻ, കോഴിക്കോട് DDE ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് K.T. മുഹമ്മദ് ഷെരീഫ്, N. അഹമ്മദ് മാസ്റ്റർ, V.T. ബാലൻ, K. ഹേമചന്ദ്രൻ, തില്ലേരി ഗോവിന്ദൻ, P.P. രാജൻ, രാജൻ ചെറുവാട്ട്, M.M. സോമശേഖരൻ, പാലേരി ബാലകൃഷ്ണൻ, P. സോമശേഖരൻ, M.T. ശശികുമാർ, T.P. റഷീദ്, K.P. കുമാരൻ എന്നിവർ സംസാരിച്ചു. P. ഹരീന്ദ്രനാഥ് സ്വാഗതവും K.P. സത്യനാഥൻ നന്ദിയും പറഞ്ഞു. വേണുവേട്ടൻ്റെ സ്മരണ നിലനിർത്തണമെന്നും അദ്ദേഹത്തിൻ്റെ ചരമ ദിനത്തിൽ വേണുവേട്ടൻ്റെ ഓർമ്മ എക്കാലവും നിലനിൽക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് വേണുവേട്ടനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വളരെ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്കാർക്കും അത് വേണ്ട എന്ന് പറയാനുള്ള അർഹതയും അധികാരമൊന്നും ആർക്കുമില്ല. അങ്ങനെയാണെങ്കിൽ അല്പം കഴിഞ്ഞ് കെ.ടി. വേണുഗോപാൽ എന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ നിലനിൽക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചും നമുക്കെല്ലാവർക്കും ആലോചിക്കേണ്ടതുണ്ട്.